അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ട്രംപ് ലോകരാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചില്ലറയൊന്നുമല്ല. ട്രംപിൻ്റെ ലക്കും ലഗാനുമില്ലാത്ത പല നടപടികളും ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിൽ ട്രംപിൻ്റെ പല നയങ്ങളും തീരുമാനങ്ങളും വലിയ തിരിച്ചടിയാവുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ അസ്വസ്ഥരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഇപ്പോൾ അമേരിക്കക്കെതിരെ ചൈന തിരിഞ്ഞിരിക്കുകയാണ്. ട്രംപിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ചൈന ഒരു സുപ്രധാനമായ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. എന്തായാലും പകരച്ചുങ്കം ചുമത്തിയ US-ന് അതേ തട്ടിൽ തിരിച്ചടിച്ച് ചൈനയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. US-ൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 34% തീരുവ ചുമത്തുകയാണ് ചൈന ചെയ്തിരിക്കുന്നത്. ചൈനയ്ക്ക് 34% തീരുവയാണ് US പകരച്ചുങ്കം ചുമത്തിയത്. അതേ സമയം കാനഡയും US ഉൽപ്പന്നങ്ങൾക്ക് 25% പകരച്ചുങ്കം ചുമത്തിയിരുന്നു. നിലവിലുള്ള തീരുവയ്ക്ക് പുറമെ ആയിരിക്കും 34% പുതിയ തീരുവ ഏർപ്പെടുത്തുക എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. നേരത്തെ ഗാഡോലിനിയം ഉൾപ്പെടെ 7 അപൂർവ ധാതുക്കൾ US-ലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. US തീരുമാനത്തിനെതിരെ ലോക വ്യാപാര സംഘടനയെ സമീപിക്കുമെന്നും ചൈന ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. യൂറോപ്പിന് മുകളിൽ US ഏർപ്പെടുത്താനിരിക്കുന്ന താരിഫുകൾ സംബന്ധിച്ച് വ്യക്തത വരുന്നതുവരെ US-ൽ നിക്ഷേപം നടത്തുന്നത് നിർത്തിവെക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. US-ന്റെ പുതിയ താരിഫുകൾ യൂറോപ്പിനും ലോകത്തിനുമെതിരായ ട്രംപിന്റെ ക്രൂരവും അടിസ്ഥാനരഹിതവുമായ നീക്കമാണ് എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. US പ്രഖ്യാപിച്ച താരിഫുകൾ സംബന്ധിച്ച് വ്യക്തത വരാത്തിടത്തോളം US-ൽ നടക്കാനിരിക്കുന്ന ഭാവി നിക്ഷേപങ്ങളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കണം എന്നാണ് ഇമ്മാനുവൽ മാക്രോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ട്രംപിന് കനത്ത തിരിച്ചടി തന്നെയാണ് ചൈനയിൽ നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം ഇമ്മാനുവൽ മാക്രോണും കടുത്ത തീരുമാനമെടുത്ത് രംഗത്തെത്തുന്നു. കൂടാതെ കാനഡയും ഇപ്പോൾ പകരച്ചുങ്കം ചുമത്തിയതോടുകൂടി അമേരിക്ക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.